രാമായണ മാസത്തില് ആ എനിക്ക് അങ്ങോട് ചോദിക്കാനുള്ളൊരു വലിയ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ശ്രീരാമൻ ദൈവമല്ല ദൈവമാണ് എന്നിങ്ങനെ, ഇപ്പൊ ശ്രീരാമദേവൻ ദൈവമാണോ ദൈവമല്ലയോ എന്നൊക്കെ നിരീശ്വരവാദികളും അവരുമൊക്കെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനല്ലേ, ദൈവം അല്ലല്ലോ എന്നൊക്കെ. അങ്ങ് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് എനിക്കും അതുപോലെ തന്നെ ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും തന്നെ അതിൻ്റെ ഒരു സംശയം ഒന്ന് ദൂരീകരിക്കണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇതിന്റെ ഉത്തരം വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ. അതായത് ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ, രാമൻ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ രാമൻ മനുഷ്യനാണ്, രാമൻ മരിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് മനുഷ്യനായി ജനിക്കുന്ന ഒരാൾ ദേവതുല്യനായിട്ട് മാറുന്നത് എന്നാണെങ്കിൽ അയാളുടെ ജ്ഞാനം കൊണ്ടും കർമ്മം കൊണ്ടുമാണ്. എത്ര വലിയ ജ്ഞാനമാണോ അദ്ദേഹം ഈ പ്രപഞ്ചത്തിന്, സഹജീവികൾക്ക് സമ്മാനിച്ചത്, മാനവരാശിക്ക് സമ്മാനിച്ചത്, എത്ര വലിയ കർമ്മമാണോ അദ്ദേഹം ചെയ്തിട്ട് പോയിരിക്കുന്നത്, അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ മരണശേഷവും എത്ര നാൾ വേണമെങ്കിലും ആ നാമം മായാതെ മറയാതെ നിൽക്കും. ഓരോ ദിവസം കഴിയും തോറും ആ മനുഷ്യന്റെ ഖ്യാതി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തെ കുറിച്ചുള്ള ആ ചരിത്രം ഒരിക്കലും മായ്ക്കുവാൻ പറ്റാത്ത രീതിയിൽ രേഖപ്പെടുത്തപ്പെടും. അപ്പോഴാണ് ദേവതുല്യനാവുന്നത്.